അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ വെളപ്പശാല പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കടുമ്പുപാറയുടെ മുകളിലാണ്. അപ്പോൾ കണ്ടല്ല, നമ്മൾ അമ്പാഞ്ചിറക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ വീഡിയോസ് എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നുള്ള വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ, അപ്പം നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയാണ് അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വെളപ്പശാല പഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ വെളപ്പശാല കഴിഞ്ഞ് അടുത്ത് കുറച്ചും കൂടെ ഒരു 3 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ മുളയറ എന്നൊരു സ്ഥലമുണ്ട്. അത് എത്തുന്നതിന് മുമ്പേ നെടുകുഴി എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ റേറ്റിലോട്ട് കയറി പോകുമ്പോഴാണ് ഈ ഒരു സ്ഥലം വരുന്നത്. പക്ഷേ ഞാൻ ചൊവ്വൂരിൽ നിന്നൊരു സ്ഥലത്തൂടെ ഇറങ്ങി വന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി റേറ്റിലോട്ട് പോകുമ്പോഴത്തേക്കുമാണ് ഈ ഒരു സ്ഥലം അകത്തോട്ട് പോകാനുള്ള നമ്മുടെ ഈ പോയിന്റിലോട്ട് പോകാനുള്ള ആ സ്ഥലത്തിലേക്കുള്ള വഴി വരുന്നത്. ഞാനപ്പോഴും രാവിലെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത് 7 മണിക്കാണ്. അപ്പോൾ 7 മണിക്ക് ഞാനപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. അപ്പോൾ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ നല്ല ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ ഫീലൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോവുകയാണ്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള പാറകൾ നമുക്ക് വേറെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ ഏകദേശം ഒരു 4 കിലോമീറ്ററോടെ ഉണ്ട്. പക്ഷേ ഇവിടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഈ വഴിയൊക്കെ നല്ല മനോഹരമാണ്. പക്ഷേ കേരളത്തിലെ നമ്മുടെ റോഡ് സിസ്റ്റം അറിയാമല്ലോ, അപ്പോൾ വണ്ടി ഇങ്ങനെ പൊങ്ങിച്ചാടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ഈ പോകുന്ന വഴികളിൽ കോടയൊന്നും കാണാനില്ലെങ്കിലും നല്ല തണുപ്പുള്ള വഴിയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7 മണി കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ടാണോന്ന് അറിയില്ല, പക്ഷെ പോകുന്ന വഴിയൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ നമുക്ക് പ്രത്യേക ഒരു ഫീൽ കിട്ടുന്ന റോഡാണ് കേട്ടോ. കാര്യം ആദ്യത്തെ ആ ഒരു കുണ്ടും കുഴിയൊക്കെ മാറിയതിന് ശേഷം ഇപ്പോൾ നല്ല റോഡാണ്, ചെറിയ റോഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ ട്രാവൽ ചെയ്യുന്നത് വെച്ചാൽ വലിയ സ്പീഡില്ലാതെ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ പോകുന്ന വഴികളിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്, നല്ല രസമാണ്. നമുക്കിനെ ഫീൽ ചെയ്ത് നമുക്ക് ഇങ്ങനെ പോവാം. അങ്ങനെ കുറച്ചും കൂടെ മുന്നിലോട്ട് എത്തിയപ്പോഴത്തേക്കും 2 വശങ്ങളിലായി കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊന്നും ഇറങ്ങി വീഡിയോ എടുത്തില്ലെങ്കിലും 2 വശത്തായി ആ കൃഷിയൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ യാത്ര പോകേണ്ടിയിരിക്കുന്ന ഈ വണ്ടി നമ്മൾ സുസുക്കിയുടെ വണ്ടിയാണ്. സുസുക്കിയുടെ ബെർഗ്മാൻ 125cc വണ്ടിയിലാണ് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ എല്ലാ യാത്രയ്ക്കും നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോണിലാണ്. അത് M30 എന്ന് പറഞ്ഞ ഒരു ഫോണിലാണ്. നമ്മുടെ ഈ യാത്രകൾ ഫുള്ളും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടെ തിരുവനന്തപുരത്ത് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പോൾ ഇന്നും ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്താണ് നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ഥലത്ത് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയതിന് ശേഷം നമ്മൾ അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ പ്ലാൻ. അങ്ങനെയാണ് നമ്മളപ്പോൾ ആ കാര്യമാണ് പണ്ട് നിന്നപ്പോൾ കണ്ട ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊരു നല്ലൊരു കോറിയുണ്ട്. പക്ഷേ എനിക്ക് ഈ യാത്രയുടെ ഇടയ്ക്ക് നമ്മൾ റോഡുകളിലെ കാഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇവിടെയാണ്. ഇത് കളവള്ളിയാണ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. നമ്മളുടെ കളവള്ളി എന്നാണ് പറയുന്നത്, വേറെ അടുത്ത് എന്താണെന്ന് അറിയില്ല. നല്ല പച്ചപ്പാണത് കാണാൻ. എനിക്ക് ഈ പച്ചപ്പും ഹരിതാപൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡ് കാണുമ്പോൾ ഞാൻ കൂടുതലായിട്ട് എടുക്കാറുണ്ട്. ഞാൻ കുറച്ചും കൂടെ മുന്നിലെത്തിയപ്പോൾ കണ്ടോ, ഇതൊരു വെറ്റ കൊടിയാണ്. അപ്പോൾ ഈ നാട്ടിൽ ഇതൊന്നും ഇപ്പോൾ കാണാറില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ ട്രാവലിനിടയ്ക്ക് ഇതും കൂടെ നമ്മളിന്ന് എടുക്കുകയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ റോഡിൽ ആ പച്ചപ്പും ആ ഒരു ഹരിതാപമൊക്കെ വേറെ ഒരു നാട്ടിലും കിട്ടില്ല. കാരണം നമ്മൾ തമിഴ്നാടൊക്കെ പോകുമ്പോൾ അവിടെ പച്ചപ്പുണ്ട്, പക്ഷേ ഇത് ഇതുപോലെയല്ല, വേറൊരു പ്രത്യേക വേറൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഒരു പച്ചപ്പ് കാണാൻ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ട് ഞാനങ്ങനെ വളരെ വളരെ സന്തോഷത്തോടുള്ള ട്രാവലിംഗാണ്. രാവിലെയല്ലേ, അപ്പോൾ നല്ല പോസിറ്റീവാണ്. ആ പോസിറ്റീവ് എനർജിയോടെ തന്നെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം നമ്മളപ്പോഴും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ തിരിയുന്നതിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ കാരിക്കോട് എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് തിരിയാനുള്ളത്.
കണ്ടോ ഈ ഒരു ചെറിയ റോഡ് കണ്ടോ, ആ റോഡിലോട്ട് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് തിരിയാനുള്ളത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിയുമ്പം തന്നെ ഒരു വലിയൊരു കയറ്റമുണ്ട്. അപ്പോൾ ബൈക്കിലായാലും എന്ത് വണ്ടിയിൽ വരുന്നവർ അപ്പോൾ നല്ല ബ്രേക്കുള്ള വണ്ടി വരണം. കാണുന്ന പോലത്തെ ചെറിയ കയറ്റമല്ല, കാരണം നമുക്ക് കയറ്റം കയറിപ്പോൾ നല്ല ഈസി ആയിരിക്കും, പക്ഷേ തിരിച്ചൊന്ന് ഇറങ്ങി വരാൻ നല്ല പാടാണ്. അപ്പോൾ ഇറങ്ങി വരുന്ന വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നല്ല ബ്രേക്കൊക്കെ ഉള്ള വണ്ടിയിൽ ഈ സ്ഥലത്തേക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ പറഞ്ഞില്ലേ വലിയൊരു കയറ്റമാണ് കണ്ടോ. ഞാൻ ഒരുപാട് സമയം കൊണ്ട് ഇങ്ങനെ ഓടിച്ചിട്ടും ആ കയറ്റത്തിൻ്റെ പകുതി പോലും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് പോകുന്ന വഴികളിൽ ഇങ്ങനെ ചുറ്റും രണ്ട് സൈഡിലായി ഒരുപാട് റബ്ബറൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും പോകുന്ന വഴിയിൽ നല്ല ഒരു തണുത്തൊരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ടെത്തപ്പോൾ ഇതുപോലെ 2 ഡിവൈഡറാണ്, ഒന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും. അപ്പോൾ നമുക്ക് പോകാനുള്ള ലെഫ്റ്റിലോട്ടാണ്. ഞാനപ്പോൾ ഇതുപോലെ ഡിവൈഡേഴ്സ് എല്ലാം ഞാൻ മാർക്ക് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, വഴി തെറ്റാതിരിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് വഴി തെറ്റാതെ തന്നെ വരാം. കണ്ടോ ഇവിടെ 2 ഡിവൈഡർ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് തന്നെയാണ് പോകാനുള്ളത്. ഈ കടുമ്പ് പാറയുണ്ടല്ലോ, വേറെ സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക, നമ്മൾ കൊണ്ടുവരുന്ന വണ്ടി നമുക്ക് ആ പാലയുടെ മുകളിൽ വരെ കൊണ്ടുപോയി നമുക്ക് അവിടെ ചെന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മളപ്പോഴേ പാറയുടെ മുകളിൽ എത്താറായിട്ടുണ്ട്, തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ചില കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും നമുക്ക് നല്ല കുളിർമയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു പുതിയ സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ കണ്ടോ, നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ മുകളിൽ വരെ നമുക്ക് വണ്ടി ഓടിച്ച് കയറി നമുക്ക് വരാൻ വേണ്ടി കഴിയും. അതൊരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഇവിടെയുള്ള പ്രത്യേകതയും കാര്യങ്ങളൊക്കെയാണ് നമ്മളടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളോട്ട് പോകാമല്ലേ. ഞാനിപ്പോൾ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് എൻ്റെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അമ്പാൻ ചെറുക്കൻ ഭാഗ്യവാനാണ്. ഞാൻ എവിടെ കൊണ്ടുവച്ചാലും അവൻ്റെ നല്ല ഫോട്ടോകളും അവൻ്റെ വീഡിയോ എല്ലാം എടുക്കാറുണ്ട്. ഞാനപ്പോഴ് കടുമ്പുപാറയുടെ മുകളിലെത്തിയപ്പോഴത്തേക്കും സമയം ഒരു 7 കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ സൺസെറ്റും കാര്യങ്ങളാണ് നിങ്ങളിപ്പം കാണുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് അപൂർവേനം പൂക്കളൊക്കെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ടോ. ഞാനപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണ്. അപ്പോൾ എന്നെ കണ്ട് ആദ്യം ഒന്ന് കുറച്ചായിരുന്നു. പിന്നെ ശവൻ അവൻ്റെ ജോലി നോക്കി ബാക്കി ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കി അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ നേരെ കാണുന്ന വഴിയുണ്ടല്ലേ, അതിലൊക്കെ നമ്മൾ അകത്തോട്ട് വന്ന് പിന്നെ ആ കാണുന്ന വീട് ഫുള്ളും പാറക്കല്ല് ചെയ്യുന്നുണ്ട്. ഒരു കൗതുകം നമുക്ക് തോന്നത്തില്ലേ, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഈ സ്ഥലത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ കുപ്പിയെ കൊണ്ട് വലിച്ചു കയറി കളയാറുണ്ട്. അപ്പോൾ ആ കുപ്പി വറക്കാനൊക്കെ നിൽക്കുന്ന ഒരു അപ്പൂപ്പനാണത്. അപ്പോൾ രാവിലെ അപ്പൂപ്പൻ്റെ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നെല്ലിയാമ്പതി ഉണ്ടല്ലോ. നെല്ലിയാമ്പതിയിൽ ആ ഒരു നെല്ല് നിൽക്കുന്നുണ്ടല്ലോ, ആ നെല്ലിയാണ് അവിടുത്തെ ഒരു മാർക്ക് പോയിൻ്റ്. അതുപോലെയാണ് ഈ ഒരു പാല ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ഇവിടുത്തെ ഒരു മാർക്ക് പോയിൻ്റ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ നേരെ കാണുന്ന നമ്മുടെ ശാസ്താംപാറയാണ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു വളരെ ടൂറിസ്റ്റ് പ്ലേസ് ആയ ഒരു സ്ഥലമാണ് ഈ ശാസ്താംപാറ എന്ന് പറയുന്നത്. ആ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ഇലവങ്കയുടെ ലൈൻ പോയിക്കുന്നുണ്ട്. അതെന്തായാലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ട് തോന്നി. ഞാൻ എൻ്റെ ലൈൻ തീരുന്നതിൻ്റെ അതുവരെ ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തായാലും നല്ലൊരു പ്രത്യേക ഒരു ഫീൽ എന്തായാലും ആ കാഴ്ച കിട്ടി. ഇപ്പോഴേ ഈ കടുമ്പുപാറയുടെ മോളിൽ നിന്ന് താഴോട്ടുള്ള ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ കാഴ്ചകൾക്കടുത്ത് ഇങ്ങനെ നിന്ന സമയത്ത് എന്നെ കണ്ട ഒരു പ്രത്യേക ഒരു സ്ഥലം കണ്ടു. അപ്പോൾ നമുക്ക് എത്ര വെയിലത്ത് വന്നാലും നമുക്ക് കയറി നിൽക്കാൻ ഒരു തണലുള്ളൊരു മരമുണ്ട്. ആ മരമാണിത്. മരത്തിനകത്തൂടെ ആ സൂര്യപ്രകാശം അകത്തോട് വരുമ്പോൾ ഒരു ഫീൽ കണ്ടോ, അതെന്താ നൈസാണ് കേട്ടോ. അതുപോലെ പുറത്തോട്ട് പോകാനും പൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു വാട്ടർ അതോറിറ്റി ഒരു ചെറിയൊരു ടാങ്കൊക്കെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വച്ചാൽ നമ്മളപ്പോൾ കടുമ്പുപാറയുടെ മുകളിൽ വന്ന് നമ്മൾ പൂർണ്ണമായിട്ടുള്ള നമ്മൾ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ ട്രാവലിംഗ് വീഡിയോസാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ട്രാവൽ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ പറവറായതിൻ്റെ വീഡിയോ ഇനി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.